ഹലോ എവരിവൺ, വെൽക്കം ടു ജയ് ലേൺ. ഞാൻ ശ്രീകുട്ടൻ. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് എന്നൊരു ടോപ്പിക്കാണ്. സെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് തിയേറ്റർ ഓഫ് ദി അബ്സേർഡ്. സോ എന്താണ് അബ്സേർഡ് തിയേറ്റർ, ആരൊക്കെയാണ് പ്രധാനപ്പെട്ട എഴുത്തുകാർ, ഇത്രയും കാര്യങ്ങളാണ് ബ്രീഫായിട്ട് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഫ്രീ കണ്ടന്റിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ആരംഭിക്കാം. ദ അബ്സേർഡ് ഇൻ ലിറ്ററേച്ചർ. സോ എന്താണ് അബ്സേർഡ്? അബ്സേർഡ് എന്ന വാക്കിന്റെ തന്നെ അർത്ഥം എന്താണ്? അസംബന്ധം എന്നാണ്. സോ അബ്സേർഡിസം എന്താണെന്ന് പഠിക്കാം. ദ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് ഇസ് എ ടേം കോയിൻഡ് ബൈ ഹംഗേറിയൻ ബോൺ ക്രിട്ടിക് മാർട്ടിൻ എസ്ലിൻ. നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും ആ ടേമിൽ നിന്ന് തന്നെ തുടങ്ങണം. ആ ടേം എവിടുന്ന് വന്നു? തിയേറ്റർ ഓഫ് ദ അബ്സേർഡ്. ഈ ടേം കോയിൻ ചെയ്തത് മാർട്ടിൻ എസ്ലിൻ എന്ന് പറയുന്ന ഒരു ക്രിട്ടിക് ആണ്. സോ ആദ്യം തന്നെ അത് മനസ്സിലാക്കുക. തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് മാർട്ടിൻ എസ്ലിൻ എന്ന് പറയുന്ന ഹംഗേറിയൻ ക്രിട്ടിക് ആണ് കോയിൻ ചെയ്തത്. It refers to the dramatic works of certain European and American dramatists of the 50s and early 60s who agreed with the existentialist philosopher Albert Camus' assessment in his essay The Myth of Sisyphus that the human situation is essentially absurd. So ആരാണ് അബ്സേർഡിസ്റ്റുകൾ? അബ്സേർഡിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ it refers to the dramatic works of certain European and American dramatists. ചില അമേരിക്കൻ യൂറോപ്യൻ ഡ്രമാറ്റിസ്റ്റുകൾ 1950കളിലെയും 60കളിലെയും ചില അമേരിക്കൻ യൂറോപ്യൻ ഡ്രമാറ്റിസ്റ്റ് നാടകൃത്തുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് തിയേറ്റർ ഓഫ് ദി അബ്സേർഡ്. എന്താണ് അവരുടെ പ്രത്യേകത? 50കളിലെ 60കളിലെ എല്ലാവരെയും നമ്മൾ ആ പേരിട്ട് വിളിക്കുന്നില്ലല്ലോ. ഏതാനും ചില എഴുത്തുകാരെ മാത്രമാണ് തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് എന്ന് വിളിക്കാറുള്ളത്. അപ്പൊ എന്താണ് അവരുടെ പ്രത്യേകത? എന്താണ്? ദേ എഗ്രീഡ് വിത്ത് ദ എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഫിലോസഫർ. എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഫിലോസഫറായ ആൽബർട്ട് ക്യാമ്യൂവിന്റെ നിരീക്ഷണത്തോട് ഐക്യപ്പെട്ട അല്ലെങ്കിൽ അത് ശരിവെച്ച ചില എഴുത്തുകാരെയാണ് നമ്മൾ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ന് വിളിക്കുന്നത്. എന്തായിരുന്നു ആൽബർട്ട് ക്യാമ്യൂവിന്റെ അസസ്മെന്റ്, നിരീക്ഷണം എന്താണ്? അദ്ദേഹത്തിന്റെ വേൾഡ് ഫേമസ് എസ്സേ ആയ ദ മിത്ത് ഓഫ് സിസിഫസിൽ, മിത്ത് ഓഫ് സിസിഫസ് 1942 എന്ന എസ്സേ ആണ്. ആൽബർട്ട് ക്യാമ്യൂ ഒരു നോബൽ ലോറേറ്റ് കൂടിയാണ്. സോ ആൽബർട്ട് ക്യാമ്യൂവിന്റെ മിത്ത് ഓഫ് സിസിഫസ് എന്ന എസ്സേയിൽ അദ്ദേഹം പറഞ്ഞെന്താണ്? ദാറ്റ് ഹ്യൂമൻ സിറ്റുവേഷൻ ഇസ് എസെൻഷ്യലി അബ്സേർഡ്. മനുഷ്യ ജീവിതം അല്ലെങ്കിൽ മനുഷ്യന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ശരിക്കും അബ്സേർഡ് ആണ്, അസംബന്ധമാണ്. അത് മനുഷ്യ ജീവിതത്തിന് പ്രത്യേകിച്ച് അങ്ങനെ അർത്ഥമൊന്നുമില്ല. ഈ ഒരു നിരീക്ഷണത്തോട് യോജിച്ച് 1950കളിലെയും 60കളിലെയും ചില യൂറോപ്യൻ അമേരിക്കൻ നാടകകൃത്തുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ന ടേം ഉപയോഗിക്കുന്നത്. സോ പിടികിട്ടിയല്ലോ, തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് ഈ വാക്ക് കോയിൻ ചെയ്തത് മാർട്ടിൻ എസ്ലിനാണ്. അപ്പൊ ഇനി ആരെയാണ് നമ്മൾ പറയുന്നത്? ഈ തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് എന്ന് പറഞ്ഞാൽ അവർ ആരാണ്? ചില യൂറോപ്യൻ അമേരിക്കൻ നാടകൃത്തുകൾ, 50കളിലെയും 60കളിലെയും നാടകൃത്തുകൾ. അവർ ആൽബർട്ട് ക്യാമ്യൂ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ എസ്സേ ആയ മിത്ത് ഓഫ് സിസിഫസിൽ പറഞ്ഞതിനോട് യോജിക്കുന്നു. എന്താണ് ആൽബർട്ട് ക്യാമ്യൂ പറഞ്ഞത്? മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അബ്സേർഡ് ആണ്, അസംബന്ധമാണ്. ദ പ്ലേ റൈറ്റ്സ് മോസ്റ്റ് ഓഫൻ അസോസിയേറ്റഡ് വിത്ത് ദ മൂവ്മെന്റ് ആർ. ആരൊക്കെയാണ് ഈ മൂവ്മെന്റുമായി ചേർന്ന് നിൽക്കുന്ന പ്രധാനപ്പെട്ട എഴുത്തുകാരെ നമുക്ക് നോക്കാം. അറിയാലോ, അൺഡൗട്ട്ലി സാമുവൽ ബെക്കറ്റ്, യൂജീൻ ആണോസ്കോ, ജീൻ ജെനറ്റ്, ആർതർ അഡമോ. ഇവരൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാർ. മാത്രമല്ല ദ ഏർലി പ്ലേസ് ഓഫ് എഡ്വേർഡ് ആൽബി, എഡ്വേർഡ് ആൽബിയുടെയും ഹരോൾഡ് പിന്ററിന്റെ ആദ്യകാല നാടകങ്ങൾ ഓൾസോ ഫിറ്റ് ഇൻ ടു ദിസ് ക്ലാസിഫിക്കേഷൻ. സോ തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് എന്ന ടേം നമുക്ക് എന്താണെന്ന് മനസ്സിലായി. ഈ ടേം നമ്മൾ ആരെ സൂചിപ്പിക്കുന്നതാണെന്ന് മനസ്സിലായി. ഇനി ആരൊക്കെയാണ് ഈ മൂവ്മെന്റിലുള്ളത്? സാമുവൽ ബെക്കറ്റ് ഉണ്ട്, അയണോസ്കോ ഉണ്ട്, ആർതർ അഡമോ, ജെനറ്റ്, എഡ്വേർഡ് ആൽബി, ഹരോൾഡ് പിന്റർ. ഇത്രയും പേരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രമാറ്റിസ്റ്റുകൾ. ഇതിന് പുറമെ ടോം സ്റ്റെപ്പാർഡുകളുണ്ട്. ഈ ക്ലാസ്സിൽ സാമുവൽ ബെക്കറ്റ്, ഹരോൾഡ് പിന്റർ, ടോം സ്റ്റെപ്പാർഡ്, ഈ 3 പേരായിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലേസ് കാറ്റഗറൈസ്ഡ് ഇൻ ദിസ് മൂവ്മെന്റ് ടിപ്പിക്കലി റെപ്രസെന്റ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആസ് നോൺസെൻസിക്കൽ. ഇത്തരം നാടകങ്ങളുടെ പ്രത്യേകത എന്താണ്? ടിപ്പിക്കലി ദേ പ്രസന്റ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്, മനുഷ്യ ജീവിതം നോൺസെൻസിക്കൽ ആണെന്നൊരു സന്ദേശമാണ് മിക്ക നാടകങ്ങളിലും മുമ്പോട്ട് വെക്കുന്നത്. അബ്സേർഡ് നാടകങ്ങൾ, അപ്പൊ പേര് തന്നെ ഉണ്ടല്ലോ, അബ്സേർഡ് ഡ്രാമ. അസംബന്ധ നാടകങ്ങൾ മുന്നോട്ട് വെക്കുന്നത് മനുഷ്യ ജീവിതം അസംബന്ധമാണെന്ന് തന്നെയാണ്, പ്രത്യേകിച്ച് അതിന് അർത്ഥമില്ല. ഇറ്റ് പ്രസന്റ്സ് നോൺ ലീനിയർ പ്ലോട്ട്സ് ആൻഡ് ഇല്ലോജിക്കൽ ഡയലോഗ്സ്. ഈ നാടകത്തിലെ കഥ ശ്രദ്ധിച്ചു നോക്കിയാൽ നോൺ ലീനിയർ ആണ്. അതായത് നമുക്ക് പറയാൻ ഒരു സ്ട്രക്ചേർഡ് ആയ ഒരു പ്ലോട്ട് ഉണ്ടാകില്ല ഇത്തരം നാടകങ്ങൾക്ക്. മാത്രമല്ല അതിലെ ഡയലോഗ്സ് ആവട്ടെ ഇല്ലോജിക്കലും ആയിരിക്കും. ഇപ്പൊ ഒരു കഥാപാത്രം ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായി അടുത്ത കഥാപാത്രം ഉത്തരം വരണമെന്നില്ല. മനസ്സിലായോ? രണ്ടുപേരുടെ സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ അത് തമ്മിൽ പരസ്പര ബന്ധമില്ലാത്തായിരിക്കും. അതുകൊണ്ടാണ് ഇല്ലോജിക്കൽ ഡയലോഗ്സ് ആണ് ഇത്തരം നാടകങ്ങളിലുള്ളത്. ആദ്യത്തെ റൈറ്റർ നമുക്ക് പഠിക്കാം, സാമുവൽ ബെക്കറ്റ്. നോബൽ ലോറേറ്റ് കൂടിയാണ്. ആൻ ഐറിഷ് ബോൺ പ്ലേ റൈറ്റ് ആൻഡ് നോവലിസ്റ്റ്. നാടകൃത്ത് മാത്രമല്ല, അദ്ദേഹം നോവലിസ്റ്റ് കൂടിയാണ്. പോയട്രി എഴുതിയിട്ടുണ്ട്.
He usually wrote in French and translated his own work into English. അദ്ദേഹം ഫ്രഞ്ചിലൊക്കെയാണ് ആദ്യകാലത്ത് എഴുതിയത്. പിന്നീട് അദ്ദേഹത്തിന്റെ വർക്ക്സ് തന്നെ ഫ്രഞ്ചിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക്സിലേക്ക് കടക്കാനാണെങ്കിൽ എ വോളിയം ഓഫ് വർക്ക്സ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, പോയട്രി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ ഒരു പോയട്രി വോളിയത്തിന്റെ പേര് വൊറോസ്കോപ്പ് എന്നാണ്, 1930. സോ അദ്ദേഹം ഒരു പോയറ്റ് കൂടിയാണ്. പിന്നീട് ക്രിട്ടിക്കൽ സ്റ്റഡി ഓഫ് മാർസൽ പ്രൗസ്റ്റ്, ഒരുപാട് ക്രിട്ടിക്കൽ പഠനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മാർസൽ പ്രൗസ്റ്റിന്റെ ഒരു ക്രിട്ടിക്കൽ സ്റ്റഡി 1931. പിന്നീട് മോർ പ്രിക്സ് ദാൻ കിക്സ് ഇൻ 1934. എന്താണത്? എ വോളിയം ഓഫ് ഷോർട്ട് സ്റ്റോറീസ്, ചെറുകഥകളുടെ ഒരു കളക്ഷൻ ആണത്. സോ ഒരു പോയട്രി കളക്ഷൻ പഠിച്ചു വൊറോസ്കോപ്പ്, ഷോർട്ട് സ്റ്റോറീസിന്റെ കളക്ഷൻ മോർ പ്രിക്സ് ദാൻ കിക്സ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് നോവലിന്റെ പേരെന്താണ്? മർഫി എന്നാണ്, മർഫി, 1938. പിന്നീട് നോബൽ പ്രൈസ് അദ്ദേഹത്തിന് 1969 ലഭിക്കുന്നു. ബെക്കറ്റ്സ് ഫിക്ഷൻ, നമ്മൾ ഇവിടെ നാടകങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത്, എന്നാലും ബെക്കറ്റിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് അദ്ദേഹം ഒരു നോവലിസ്റ്റ് കൂടിയാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഫ്രഞ്ച് ട്രിലജി ഏതൊക്കെയാണെന്ന് നോക്കിയോളൂ. മൊളോയ്, മെലോനെ ഡൈസ്, ദ അൺനെയിമബിൾ, ഇതാണ് അദ്ദേഹത്തിന്റെ ഫ്രഞ്ച് ട്രിലജിയിൽ വരുന്ന 3 നോവൽസ്. പിന്നെ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് നോവലുണ്ട്, എന്താണ് അതിന്റെ പേര്? വാറ്റ്. പിന്നീട് മറ്റൊരു ആന്റി നോവൽ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു വർക്കാണ് ഹൗ ഇറ്റ് ഇസ്. പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഫിക്ഷൻ. ബെക്കറ്റിന്റെ നാടകങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഹീസ് മോർ വൈഡ്ലി നോൺ ഫോർ ഹിസ് പ്ലേസ്. അറിയാലോ, ബെക്കറ്റിനെ ഇന്ന് നമ്മൾ അടയാളപ്പെടുന്ന ഏറ്റവും മികച്ച നാടകകൃത്തായിട്ടാണ്. 3 ഫുൾ ലെങ്ത് പ്ലേസ്, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകങ്ങൾ നമുക്ക് നോക്കാം. വെയിറ്റിംഗ് ഫോർ ഗോദോ, എൻഡ് ഗെയിം, ഹാപ്പി ഡേയ്സ്, ഓൾ കൺസേൺഡ് വിത്ത് ഹ്യൂമൻ സഫറിംഗ്, സർവൈവൽ ആൻഡ് ഇമ്മൊബിലിറ്റി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നാടകങ്ങളാണ് വെയിറ്റിംഗ് ഫോർ ഗോദോ, എൻഡ് ഗെയിം, ഹാപ്പി ഡേയ്സ്. പിന്നീട് ക്രാബ്സ് ലാസ്റ്റ് ടൈം 1958, പ്ലേ 1963. ഇത് രണ്ടും കുറച്ച് ഷോർട്ടർ പീസ് ആണ്, അത്ര ഒരു ഫുൾ ലെങ്ത് നാടകം എന്ന് പറയുന്നത് ഷോർട്ടർ പ്ലേസ് ആണ് ഇത് രണ്ടും, ക്രാബ്സ് ലാസ്റ്റ് ടൈപ്പും പ്ലേയും. എൻ അറ്റൻഡന്റ് ഗോദോ ഓർ വെയിറ്റിംഗ് ഫോർ ഗോദോ. വെയിറ്റിംഗ് ഫോർ ഗോദോ കഥ ഒന്ന് പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. സോ ഡീറ്റെയിൽഡ് ഞാൻ കഥ പറയാം. സബ് ടൈറ്റിൽ, ഈ വെയിറ്റിംഗ് ഫോർ ഗോദോയ്ക്ക് സബ് ടൈറ്റിൽ ഉണ്ട്, ശ്രദ്ധിക്കാതെ. ആദ്യം ഫ്രഞ്ചിലാണ് എഴുതപ്പെട്ടത്, ഫ്രഞ്ചിൽ സബ് ടൈറ്റിൽ ഇല്ല, ഇംഗ്ലീഷിൽ മാത്രമേ സബ് ടൈറ്റിൽ ഉള്ളൂ. ഇംഗ്ലീഷ് സബ് ടൈറ്റിലിന്റെ പേര് എ ട്രാജി കോമഡി ഇൻ 2 acts എന്നാണ്. കഥയിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ലീനിയർ ആയിട്ട് പറയാൻ ഒരു കഥയോ ലോജിക്കലായ സംഭാഷണങ്ങളോ ഇത്തരം നാടകങ്ങളിലില്ല. കഥയിലേക്ക് വരുവാണെങ്കിൽ 2 men, 2 പേർ, വ്ളാഡിമിർ എസ്ട്രഗൻ, ദേ മീറ്റ് നിയർ എ ട്രീ. വ്ളാഡിമിർ എസ്ട്രഗൻ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. They talk on various topics and reveal that they are waiting there for a man named Godot. ഇവരവിടെ നിന്ന് അവരുടെ സംഭാഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഗൊദോ എന്ന പേരുള്ള ഒരാൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. While they wait, 2 other men enter. അങ്ങനെ അവർ കാത്തിരിക്കുന്ന സമയത്ത് വേറെ 2 പേരെ അവർ കണ്ടുമുട്ടുന്നു. ആ 2 പേര് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൂസോ, an aggressive master, is on his way to the market to sell his slave Lucky. പൂസോ എന്ന് പറയുന്ന ഒരു മാസ്റ്റർ തന്റെ സ്ലേവ് ആയ ലക്കിയെ മാർക്കറ്റിൽ വിൽക്കാൻ കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. ലക്കി എന്റർടൈൻസ് ദം ബൈ ഡാൻസിങ് ആൻഡ് തിങ്കിങ് ആൻഡ് പൂസോ ആൻഡ് ലക്കി ലീവ്. അങ്ങനെ ലക്കി സ്ലേവ് ആണല്ലോ, അത് നൃത്തമൊക്കെ ചെയ്ത് അവരെ എന്റർടൈൻ ചെയ്യിക്കുന്നു. പിന്നീട് പൂസോയും ലക്കിയും പോകുന്നു. പോയതിനു ശേഷം ആഫ്റ്റർ പൂസോ ആൻഡ് ലക്കി ലീവ് എ ബോയ് എൻറ്റേഴ്സ്. ഒരു കൊച്ചു ബാലൻ അങ്ങോട്ട് കടന്നു വരികയാണ്. ഹി ടെൽസ് ദം ദാറ്റ് ഗൊദോ വിൽ കം നോട്ട് ടുനൈറ്റ് ബട്ട് ടുമാറോ. അങ്ങനെ ആ ബാലൻ എന്താണ് വ്ളാഡിമിറിനോടും എസ്ട്രഗനോടും പറയുന്നത്? ഗൊദോ വരും, ഇന്നല്ല നാളെ രാത്രി വരും, ഇന്ന് വരില്ല എന്ന് പറയും. ബിഫോർ ദ ബോയ് ലീവ്സ്, വ്ളാഡിമിർ ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഗോദോ. അപ്പൊ ആ കുട്ടി പോകുന്നതിന് മുമ്പ് വ്ളാഡിമിർ ചോദിക്കും, ആ കുട്ടിയോട് ചോദിക്കും, ഗോദോയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ചോദിക്കും. പക്ഷേ കുട്ടിക്ക് കൂടുതലൊന്നും അറിയില്ല, കൂടുതലൊന്നും പറയുന്നുമില്ല. വ്ളാഡിമിർ ആൻഡ് എസ്ട്രഗൻ ഡിസൈഡ് ടു ലീവ് ബട്ട് ദേ ഡു നോട്ട്. അങ്ങനെ വ്ളാഡിമിർ എസ്ട്രഗനും പിരിയാനായിട്ട് പോകുന്നു, പക്ഷെ അവിടുന്ന് പിരിയുന്നില്ല, അവിടുന്ന് പോകുന്നില്ല, അവർ അവിടെ തന്നെ നിൽക്കും. ദ നെക്സ്റ്റ് ഈവനിങ്, തൊട്ടടുത്ത ദിവസം, വ്ളാഡിമിർ ആൻഡ് എസ്ട്രഗൻ അഗൈൻ മെറ്റ് നിയർ ദ ട്രീ ടു വെയിറ്റ് ഫോർ ഗോദോ. വീണ്ടും ഫസ്റ്റ് ആക്ടിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അവരിവിടെ വെയിറ്റ് ചെയ്യുന്നു. വീണ്ടും ലക്കിയും പൂസോയും വരുന്നു. എന്നാൽ വ്യത്യാസം എന്താണ്? ദിസ് ടൈം പൂസോ ഇസ് ബ്ലൈൻഡ് ആൻഡ് ലക്കി ഇസ് ഡം. തലേ ദിവസം കണ്ടതുപോലെ ഇപ്പോ പൂസോ ബ്ലൈൻഡ് ആണ്, കണ്ണ് കാണില്ല, ലക്കി ഡംബ്. പൂസോ ഡസന്റ് റിമെമ്പർ മീറ്റിംഗ് ദ 2 men the night before. പൂസോയ്ക്കാണെങ്കിൽ ഓർമ്മയില്ല തലേ ദിവസം ഇവരെ കണ്ട് സംസാരിച്ചതായിട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഫസ്റ്റ് ആക്ടിൽ ഇവർ തലേ ദിവസം സംസാരിക്കുന്നുണ്ട്, പക്ഷേ പൂസോയ്ക്ക് ഇവരെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ദേ ലീവ് ആൻഡ് വ്ളാഡിമിർ ആൻഡ് എസ്ട്രഗൻ കണ്ടിന്യൂ ടു വെയിറ്റ്. അങ്ങനെ പൂസോയും ലക്കിയും പോകുന്നു, ഇവർ വീണ്ടും വെയിറ്റ് ചെയ്യുന്നു ഗോദോയ്ക്ക് വേണ്ടി. ഷോർട്ട്ലി ആഫ്റ്റർ ദ ബോയ് എൻറ്റേഴ്സ്. ഉടനെ ഒരു കൊച്ചു പയ്യൻ കടന്നു വരുന്നു, ഫസ്റ്റ് ആക്ടിലെ പോലെ തന്നെ. വൺസ് അഗൈൻ ഹി ടെൽസ് ദം ഗോദോ വിൽ നോട്ട് ബി കമ്മിങ്. വീണ്ടും ആ ബാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ കാര്യം പറയുന്നു, ഗോദോ ഇന്ന് വരില്ല, നാളെ വരും.
He insists that he did not speak to Latimer yesterday. എന്നിട്ട് ആ ബാലനും പറയും തലേ ദിവസം നമ്മൾ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ലെന്ന്. After he leaves, Estrella and Latimer decide to leave, but again they do not move. വീണ്ടും ആ കുട്ടി പോയതിനു ശേഷം എസ്ട്രഗനും ലാഡിമറും എന്ത് ചെയ്യുന്നു? പോകാൻ തീരുമാനിക്കുന്നു. എന്ന് അവർ അവിടുന്ന് മൂവ് ചെയ്യുന്നില്ല. ഇവിടെയാണ് നാടകം അവസാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറ്റു വർക്ക്സിലേക്ക് കടക്കാം. ബ്രത്ത് എന്നൊരു നാടകമുണ്ട് 1970 ഫ്രാഗ്മെന്ററി പ്ലേ. പിന്നീട് കം ആൻഡ് ഗോ ഇൻ 1966. പിന്നെ 2 വർക്ക്സ് ആണ് ഇൻ നോട്ട് ഐ ഇൻ 1972 ആൻഡ് ഫുട് ഫോൾസ് ഇൻ 1976. അദ്ദേഹത്തിന്റെ മൈനർ വർക്ക്സിൽ പെടുന്നതാണ് ഇതെല്ലാം, എന്നാലും ഓർത്തു വെക്കുക. സോ ഹരോൾഡ് പിന്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ജെയ്ലേൺ സെറ്റ് ഇംഗ്ലീഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ വരാൻ പോകുന്ന ജൂലൈ മാസത്തിലെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ജെയ്ലേൺ അവതരിപ്പിക്കുന്ന സെറ്റ് ഇംഗ്ലീഷ് കോഴ്സിന്റെ പ്രധാന പ്രത്യേകതകൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ്. അറിയാമല്ലോ, സെറ്റിന്റെ സിലബസ് എന്ന് പറയുന്നത് 5 യൂണിറ്റിലായിട്ട് ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നത്. ബ്രിട്ടീഷ് ലിറ്ററേച്ചറും അമേരിക്കനും ഇന്ത്യനും ക്രിറ്റിസിസവും തിയറിയും പിന്നെ ടീച്ചിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യുന്ന 5 യൂണിറ്റിലായിട്ടാണ്. ഇവിടുത്തെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതുപോലത്തെ സ്റ്റുഡിയോ റെക്കോർഡഡ് ഹൈ ഡെഫിനിഷൻ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓരോ യൂണിറ്റിന്റെ ഓരോ മൊഡ്യൂളിന്റെയും ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? ഒപ്പം ലൈവ് ക്ലാസ്സസ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഇതുപോലുള്ള HD ക്ലാസ്സസ് മാത്രം നിങ്ങൾക്ക് ആപ്പിലൂടെ കിട്ടി, ആപ്പിലൂടെയാണ് നമ്മുടെ ക്ലാസ്സസ്, ആപ്പിലൂടെ കിട്ടി, അത് മാത്രമാണോ? അല്ല, അത് മാത്രമല്ല നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനു പുറമെ കൃത്യമായിട്ടുള്ള നിങ്ങളിപ്പോൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാകാം, ഫാക്കൽറ്റിയായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട തന്നെ സംശയങ്ങൾ ഉണ്ടാകും. സോ അതുമായി ബന്ധപ്പെട്ട് റെഗുലർ ആയിട്ട് ലൈവ് സെഷൻസും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും ഉണ്ടാവുന്നതാണ്. പേഴ്സണൽ മെന്റർഷിപ്പ്. അറിയാലോ, ഓരോ കുട്ടിയും വ്യത്യസ്തനാണ് എന്നുള്ള കാര്യം ഞങ്ങൾ കൃത്യമായി അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും, ജോലി ചെയ്യുന്നവരുണ്ടാവും, വീട്ടമ്മമാരുണ്ടാവും, ഗ്യാപ്പ് എടുത്തവരുണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഓരോന്നാണ്. അപ്പോൾ അത് അറിഞ്ഞുള്ള ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമാണ്. ഫാക്കൽറ്റിയായ അല്ലെങ്കിൽ അക്കാഡമിക് ഹെഡായ ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർ ആയിട്ട് വരുന്നത്. കൃത്യമായിട്ട് നിങ്ങളെ എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്ത് തന്നെ ആയിരിക്കും മുമ്പോട്ട് പോകുന്നത്. ഒപ്പം ലൈവ് മോക്ക് ടെസ്റ്റ് ആൻഡ് സ്റ്റഡി പ്ലാൻ. നേരത്തെ പറഞ്ഞ ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്, എല്ലാ വിദ്യാർത്ഥികളും വ്യത്യസ്തരാണ്. അപ്പൊ അവർക്കനുസരിച്ചുള്ള അവരുടെ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഇവിടുന്ന് ലഭിക്കും. അതോടൊപ്പം തന്നെ ആപ്പിൽ മോക്ക് ടെസ്റ്റുകളും ഉണ്ടാവും, കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ടാവും. സോ ഇത്രയാണ് നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഈ ജൂലൈ മാസത്തിലെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, ഇതൊരു സുവർണാവസരമാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത റൈറ്ററിലേക്ക് നമുക്ക് കടക്കാം. ഹരോൾഡ് പിന്റർ, നോബൽ പ്രൈസ് ഇൻ 2005. 2005 ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. Although influenced by Beckett and associated with him in the theatre of the absurd, he is better appreciated as the inventor of a new kind of comedy called the comedy of menace. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഹരോൾഡ് പിന്ററിനെ നമ്മൾ തിയേറ്റർ ഓഫ് ദി അബ്സേർഡുമായിട്ടാണ് നമ്മൾ ചേർത്ത് വെക്കുന്നത്. എന്നാൽ അദ്ദേഹത്തെ കൂടുതലും അറിയപ്പെടുന്നത് he is better appreciated as the inventor of a new kind of comedy. ഒരു പുതിയ തരം ഇന്നോവേഷൻ നടത്തിയതിന്റെ പേരിലാണ് ഇന്ന് നമ്മൾ പിന്ററിനെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത്. അതായത് പിന്ററിനെ ഓൾറെഡി തിയേറ്റർ ഓഫ് ദ അബ്സേർഡിലെ വ്യക്തിയാണെന്നുള്ള കാര്യം തുടക്കത്തിലെ ഞാൻ സൂചിപ്പിച്ചു. പക്ഷേ നൗ ഹീസ് അപ്രീഷിയേറ്റ്. ഇന്ന് നമ്മൾ അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നത് ഒരു പുതിയ തരം കോമഡിയുടെ ഇന്നോവേറ്റർ ആയിട്ടാണ്, അല്ലെങ്കിൽ ഇൻവെന്റർ ആയിട്ടാണ്. എന്താണത്? ദ കോമഡി ഓഫ് മെനസ്. സോ കോമഡി ഓഫ് മെനസിന്റെ ഇൻവെന്റർ ആയിട്ടാണ് ഇന്ന് നമ്മൾ ഹരോൾഡ് പിന്ററിനെ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ വർക്ക്സിലേക്ക് കടക്കാം. ദ ബർത്ത്ഡേ പാർട്ടി, ദ ഡം വെയിറ്റർ, ദ കെയർ ടേക്കർ. ഒപ്പം സൈലൻസ്, ഹോം കമ്മിങ്, ഓൾഡ് ടൈംസ് ആൻഡ് ഔട്ട് ഔട്ട്. ഇത്രയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക്സ്. അതിൽ തന്നെ ബർത്ത്ഡേ പാർട്ടി വളരെ ഫേമസ് ആണ്. ബർത്ത്ഡേ പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ 1958 പിന്റേഴ്സ് ഫസ്റ്റ് ഫുൾ ലെങ്ത് പ്ലേ. ബാഡ് റിവ്യൂസ് ഫോർ ബീയിങ് കൺഫ്യൂസിങ് ആൻഡ് അൺകൺവിൻസിങ്. അന്ന് ആദ്യത്തെ പ്രദർശനത്തിന് ശേഷം ജനങ്ങളൊക്കെ വളരെ പസിൽഡ് ആയിരുന്നു, അവർക്കൊന്നും മനസ്സിലായില്ല നാടകം കണ്ടിട്ട്. ദ പ്ലേ സെന്റേഴ്സ് ഓൺ സ്റ്റാൻലി വെബർ. ഈ നാടകം കേന്ദ്രീകരിക്കുന്നത് സ്റ്റാൻലി വെബർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. എ റിട്ടയർഡ് മ്യൂസീഷ്യൻ ഇൻ ഹിസ് ലേറ്റ് 30s. അദ്ദേഹം ഒരു റിട്ടയർഡ് മ്യൂസീഷ്യനാണ്, പ്രായം പറയുന്നുണ്ട് ലേറ്റ് 30s. ഹാസ് ലിവ് ഫോർ ഇയേഴ്സ് അറ്റ് എ വെറി ബോർഡിംഗ് ഹൗസ് ഇൻ എ റിസോർട്ട് ടൗൺ ഇൻ ഇംഗ്ലണ്ട്. അദ്ദേഹം വർഷങ്ങളായി താമസിക്കുന്നത് ഒരു ബോർഡിംഗ് ഹൗസിലാണ്, ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ ടൗണിൽ. ഒരു ടൗണിലെ ബോർഡിംഗ് ഹൗസിലാണ് അദ്ദേഹം വർഷങ്ങളായിട്ട് താമസിക്കുന്നത്. ദ പ്രൊപ്രൈറ്റേഴ്സ് പെറ്റി ആൻഡ് മെഗ് ആർ ലൈക്ക് ഫാദർ ആൻഡ് മദർ ടു സ്റ്റാൻലി. സോ ആ വീട്ടിലെ പ്രൊപ്രൈറ്റേഴ്സ് ആയ പെറ്റിയും മെഗും സ്റ്റാൻലിയെ സംബന്ധിച്ച് അച്ഛനും അമ്മയും പോലെയാണ്. ഹി സീംസ് ടു ബി ഹൈഡിങ് ഫ്രം സംതിങ് ഐസൊലേറ്റഡ് ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിക്കുന്നതായിട്ട് നമുക്കൊരു പ്രതീതിയുണ്ട്. ആദ്യം തന്നെ സ്റ്റാൻലിയെ കാണുമ്പോൾ ത്രൂ ഔട്ട് നമുക്കത് തോന്നാറുണ്ട്, അദ്ദേഹം എന്തോ ഒളിക്കുന്നുണ്ട്, എന്തൊക്കെയോ എവിടുന്നൊക്കെയോ മറയ്ക്കുന്നുണ്ടോ.
എ ഗേൾ ലുലു വിസിറ്റ്സ് ദ ബോർഡിംഗ് ഹൗസ് ഒക്കേഷണലി. അപ്പോൾ സ്റ്റാൻലിയെ കാണാൻ എപ്പോഴും അവിടെ വരുന്ന ഒരു പെൺകുട്ടിയാണ് ലുലു. പിന്നീട് 2 പേർ വരുന്നു അയാളെ തിരക്കി. 2 men, McCann and Goldberg, arrive on the night of Stanley's birthday. സ്റ്റാൻലിയുടെ ബർത്ത്ഡേ അന്ന് മെക്കാനും ഗോൾഡ്ബർഗും വരുന്നു അദ്ദേഹത്തെ തിരക്കി. എന്തിനാണ്? ടു ഫിനിഷ് എ ജോബ്. ടു ഫിനിഷ് എ ജോബ്. ആ ജോബ് എന്ന് പറയുന്ന ഒരുപക്ഷെ സ്റ്റാൻലി തന്നെ ആയിരിക്കും. നെക്സ്റ്റ് റൈറ്റർ ടോം സ്റ്റൊപ്പാർഡ്, ചെക്ക് ബോൺ ജൂയിഷ് ബ്രിട്ടീഷ് പ്ലെയറൈറ്റ്. സോ അദ്ദേഹത്തിന് ജൂയിഷ് പശ്ചാത്തലം കൂടെ ഓർത്തു വെക്കുക. Has been a key playwright of the National Theatre and is one of the most internationally performed dramatists of his generation. Wrote prolifically for TV, radio, film and stage. So radio നാടകങ്ങൾക്കും സിനിമയ്ക്കും സ്റ്റേജിനും ഒക്കെ വേണ്ടി ഒരുപാട് രചനകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. Influenced by the works of Polish and Czech absurdists. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് പോളിഷ് ചെക്ക് അബ്സർഡിസ്റ്റുകളാണ്. അദ്ദേഹത്തിന്റെ വർക്ക്സിലേക്ക് വരികയാണെങ്കിൽ എ വാക്ക് ഓൺ ദ വാട്ടർ in 1964. ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് റോസൻക്രാൻസ് ആൻഡ് ഗിൽഡർസ്റ്റേൺ ആർ ഡെഡ് 1966. ദ സ്റ്റോറി ഓഫ് ഹാംലെറ്റ് ടോൾഡ് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് 2 courtiers. അറിയാലോ, ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിലെ 2 മൈനർ ക്യാരക്ടേഴ്സ് ആണ് റോസൻക്രാൻസും ഗിൽഡർസ്റ്റേൺ. അവരുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ഹാംലെറ്റ് പറയുകയാണ് ഈ നാടകം. ദ റിയൽ ഇൻസ്പെക്ടർ ഹൗണ്ട് in 1968. ഇഫ് യു ആർ ഗ്ലാഡ് ഐ വിൽ ബി ഫ്രാങ്ക് in 1969. ജംബേഴ്സ് 1972. അതിനു പുറമെ ആർട്ടിസ്റ്റ് ഡിസ്റ്റൻഡിങ് എ സ്റ്റെയർകേസ് in 1972. അതൊരു ഹ്യൂമറസ് മർഡർ മിസ്റ്ററി ആണ്. പിന്നീട് ട്രാവസ്റ്റീസ് in 1974. പ്രൊഫഷണൽ ഫൗൾ in 1977. എവറി ഗുഡ് ബോയ് ഡിസേർവ്സ് ഫേവർ in 1977. ദ റിയൽ തിങ് in 1982. ആർക്കേഡിയ in 1993. ദ കോസ്റ്റ് ഓഫ് ഉട്ടോപ്പിയ അതൊരു ട്രിലജിയാണ്. ആ ട്രിലജിയിൽ പെടുന്നതാണ് വോയാജ്, ഷിപ്രക്, സാൽവേജ്. കോസ്റ്റ് ഓഫ് ഉട്ടോപ്പിയ ട്രിലജി. പിന്നീട് ലോർഡ് മാൽക്കസ് ആൻഡ് മിസ്റ്റർ മൂൺ 1966 ഒരു നോവൽ കൂടിയാണ്. ഇത്രയൊക്കെയാണ് ടോം സ്റ്റൊപ്പാർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ്. സോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ജെയ്ലേൺ ആപ്പ് സെറ്റ് ഇംഗ്ലീഷ് ക്ലാസ്സസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമായ കുട്ടികളെ സംബന്ധിച്ച് ഒരു സുവർണാവസരമാണ്. നിങ്ങൾക്ക് വെറും 2999 രൂപയ്ക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ നയിക്കുന്ന ഈ കോഴ്സിൽ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്റ്റുഡിയോ റെക്കോർഡഡ് HD ക്ലാസ്സസ് ആണ്. അതോടൊപ്പം ലൈവ് സെഷൻസ്, സ്റ്റഡി മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റ്, അങ്ങനെ അനവധി യൂണീക് ഫീച്ചേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളതാണ്. സോ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല ഫ്രീ കണ്ടന്റിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.